ഒരുപക്ഷെ ഷിഹാബ് എന്നും വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്ന രീതിയിലേക്ക് ആഗ്രഹിക്കുന്നത് കൊണ്ടാവാം ഇങ്ങനെയുള്ള നീക്കം. അദ്ദേഹത്തെ ഏറെ സപ്പോർട്ട് ചെയ്തവർ പോലും അദ്ദേഹത്തെ ഇപ്പോൾ വിമർശിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫറൂഖ് അഹമ്മദ്, KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഷിഹാബ് ചോറ്റൂർ ഇപ്പോൾ വീണ്ടും മാധ്യമങ്ങളിൽ കൂടി ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. അയോധ്യയിലെ ക്ഷേത്ര ഉദ്ഘാടന ദിവസം തന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ ചെയ്ത ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ഇപ്പോൾ വിവാദങ്ങൾ കൂടി മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞാനൊരു ദേശീയ മുസ്ലിമാണ് എന്നുള്ള രീതിയിൽ അതിൽ അഭിമാനിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ രത്ന ചുരുക്കം. അതാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിട്ടുള്ളത്. ഈ പോസ്റ്റ് ചെയ്യാൻ കാരണം എൻ്റെ മുമ്പ് ചെയ്ത ഒരു പോസ്റ്റിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ലൈക്ക് ഉണ്ടായിരുന്നു. ആ ലൈക്കിന് നന്ദി സൂചകമായിട്ടാണ് ഞാൻ ആ പോസ്റ്റ് ചെയ്തു എന്നതായിരുന്നു പിന്നീട് ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരണം നൽകിയത്. കാൽനടയായി മക്കയിലേക്ക് ഹജ്ജിന് പോയതോടനുബന്ധിച്ചിട്ട് അദ്ദേഹത്തെ ഏറെ വിവാദങ്ങൾക്ക് ഇടം പിടിച്ച ഒരു വ്യക്തിയാണ് ഷിഹാബ് ചോറ്റൂർ. അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടും അതുപോലെ തന്നെ പ്രതികൂലിച്ചുകൊണ്ടും ഒട്ടേറെ പേർ രംഗത്ത് വന്നിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു. അന്ന് അനുകൂലിച്ചവർ പോലും ഇന്ന് അദ്ദേഹത്തെ വിമർശിക്കുന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന കാര്യം. അദ്ദേഹം പറഞ്ഞത്, ഞാൻ മുമ്പ് ചെയ്ത ഒരു പോസ്റ്റിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ലൈക്ക് ചെയ്തു, അതിനെ ആശംസകൾ അറിയിച്ചത് മാത്രമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു വാദം. പക്ഷെ ആ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് തന്നെ എന്തിനെ കൊണ്ട് ഇദ്ദേഹം അതിനെ തെരഞ്ഞെടുത്തു എന്നതാണ് ഇദ്ദേഹത്തെ എതിർക്കുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യം. അദ്ദേഹത്തെ ഏറെ സപ്പോർട്ട് ചെയ്തവർ പോലും അദ്ദേഹത്തെ ഇപ്പോൾ വിമർശിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യം എത്തിപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഷിഹാബ് എന്നും വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്ന രീതിയിലേക്ക് ആഗ്രഹിക്കുന്നത് കൊണ്ടാവാം ഇങ്ങനെയുള്ള നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നതാണെന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കാൽനടയായി ഹജ്ജിന് പോകുന്ന വേളയിൽ ഷിഹാബ് മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഷിഹാബ് വാർത്താ മാധ്യമങ്ങളിൽ നിന്നൊക്കെ മറിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ജനങ്ങളുടെ ഇടയിലൊന്നും അത്ര ഒരു പബ്ലിസിറ്റി ഇല്ലാത്ത ഒരു അവസരത്തിലാണ് ഷിഹാബ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള ഒരു വിവാദപരമായിട്ടുള്ള രീതിയിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ശ്രദ്ധ ആകർഷിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഷിഹാബ് ചെയ്യുന്ന കാര്യത്തെ അദ്ദേഹം പടച്ച റബ്ബുമായി, അത് സർവശക്തനുമായിട്ടുള്ള കാര്യം മാത്രമാണ്. എങ്കിലും അയോധ്യയിലെ രാമക്ഷേത്ര ദിവസം തന്നെ എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയുള്ളൊരു പോസ്റ്റ് ചെയ്യാൻ തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം സംശയത്തിന് ബലം നൽകുന്ന ഒന്ന് തന്നെയാണ്.